ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കാര്യങ്ങൾ പറഞ്ഞാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് വളരെ മോശമാക്കാനുള്ള ശ്രമത്തിലാണ് AFF. കാരണം എന്ന് വെച്ചാൽ AFF ISLന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം അടുത്ത ദിവസം ഓക്കെ എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വിടുന്നത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത കണക്ക് ഫീ കൊടുക്കണം, 3 കോടി കൊടുത്ത് പാർട്ടിസിപ്പേഷൻ ഫീ കൊടുത്താൽ അടുത്ത സീസണിൽ ISL ക്ലബ്ബുകൾക്ക് കളിക്കാം. ക്ലബ്ബുകൾ ഓൾറെഡി തന്നെ പറഞ്ഞായിരുന്നു നമുക്ക് അതൊന്ന് ഉൾക്കൊള്ളുന്നില്ല, കാരണം നമ്മളത് നിരസിക്കുകയാണ്, നമുക്ക് 3 കോടി രൂപ കൊടുത്ത് കളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് വിവിധ ക്ലബ്ബുകൾ പറഞ്ഞു, കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കം. അപ്പൊ അത് വളരെ നല്ല തീരുമാനമാണ്. ഒരു ക്ലബ്ബും 3 കോടി രൂപ കൊടുത്ത് കളിക്കല്, കാരണം ഇത് അവരുടെ ലീഗാണ്. അവര് പാർട്ടിസിപ്പേഷൻ ഫീ ഓൾറെഡി ഈ സീസണിൽ 1 കോടി വെച്ച് എടുത്തു AFF 1 കോടി രൂപ എല്ലാ ക്ലബ്ബുകളുടെ കയ്യിൽ നിന്നും. നഷ്ടത്തിലാണ് എല്ലാ ക്ലബ്ബുകളും പോകുന്നത്. ഒരു ലാഭം പോലും ഉണ്ടാക്കി കൊടുക്കാത്ത ഒരു ഫെഡറേഷന് വെറുതെ ഇങ്ങനെ പൈസ വാരി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്. അപ്പൊ ISL ജൂനിയർ സ്പോർട്സ് ഏകദേശം ഓക്കെ എന്ന് പറഞ്ഞു വരുമ്പോഴാണ് AFF പെട്ടെന്നൊരു തീരുമാനം, ISL കളിക്കണമെങ്കിൽ 3 കോടി രൂപ എടുക്കണം. ഇത് എങ്ങനെ ഇത് സാധിക്കും? ഇപ്പോൾ തന്നെ നഷ്ടത്തിലാണ് പോകുന്ന ക്ലബ്ബുകൾ. ഒരുപാട് നഷ്ടമായിരുന്നു ഈ സീസൺ നേരത്തെ തുടങ്ങുന്ന സീസൺ വെച്ച് 1 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ സീസൺ തുടങ്ങിയത്. ഫെബ്രുവരിയിൽ തുടങ്ങിയ സീസൺ തീരാറാകുകയാണ്. അപ്പൊ അതിനുശേഷം ഒരു കമേഴ്ഷ്യൽ പാർട്ട്ണർ വേണം. ജൂനിയർ സ്പോർട്സ് ഓക്കെ വരാൻ സാധ്യത തന്നെയാണ്. എന്നാൽ പോലും ക്ലബ്ബുകൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡീല് തന്നെ ആയിരിക്കണം ജൂനിയർ സ്പോർട്സ് വന്നാൽ. അല്ലാതെ AFFന് പൈസ കൊടുത്തു അങ്ങനെ പണ്ട് നേരത്തെ കളിക്കുന്ന കണക്ക് കൊണ്ടുപോയാൽ വീണ്ടും ഈ ലീഗ് നഷ്ടത്തിലോട്ട് പോവുകയുള്ളൂ. ഒരു 15 വർഷം കഴിയാതെ വീണ്ടും അവരും ഇട്ടെറിഞ്ഞുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ സംഭവം ഇങ്ങനെ മേടിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ AFFന് അറിയാം, മുമ്പ് FSTLന്റെ കയ്യിൽ നിന്ന് വർഷം തോറും 50 കോടി രൂപ വെച്ച് മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ജൂനിയർ സ്പോർട്സ് വന്ന ജൂനിയർ സ്പോർട്സ് 12 കോടിയാണ് കൊടുക്കുന്ന വർഷം. അങ്ങനെയാണ് ഒരു ഡീല് അവർ പറയുന്നത്, ഒരു ടെൻഡർ. പക്ഷേ FSTL 50 കോടി വർഷം തോറും കൊടുക്കുമ്പോൾ തന്നെ 2 വർഷം തന്നെ 100 കോടി രൂപ ഉണ്ടാക്കായിരുന്നു. പക്ഷേ 12 കോടി വെച്ച് പെർ ഇയർ കിട്ടാൻ നേരത്ത് 15 വർഷം കഴിഞ്ഞാൽ വെറും 120 കോടിയെ കിട്ടൂ. മറ്റേ 2 ദിവസം കൊണ്ട് തന്നെ 100 കോടി ഒപ്പിക്കായിരുന്നു. ഇവിടെ AFF ചെയ്യാവുന്ന ഐഡിയ എന്ന് വെച്ചാൽ 3 കോടി ക്ലബ്ബുകളെ ഒന്ന് പേടിച്ചുകൊണ്ട് കൂടുതൽ എമൗണ്ട് കിട്ടിക്കൊണ്ട് വീണ്ടും ഒരു 49 കോടിയെങ്കിലും എല്ലാ ക്ലബ്ബ് 14 ടീമിന്റെ ഒന്ന് മേടിച്ച അറൗണ്ട് 3 കോടി വെച്ച് മേടിച്ചാൽ ഒരു 49 കോടി റേഞ്ചിലേക്ക് കിട്ടും. അതൊക്കെ 40 കോടി റേഞ്ചിൽ കിട്ടും എന്നുള്ളതാണ്. 14 ടീമുകളിൽ നിന്ന് 3 കോടി മേടിച്ചാൽ അപ്പോൾ 54 കോടി, 52, 53 കോടി റേഞ്ചിൽ ഒരു വർഷം വീണ്ടും ഉണ്ടാക്കാം. അതിനാണ് ക്ലബ്ബുകളുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കാനുള്ള AFFന്റെ ഒരു മോശശ്രമം. അപ്പൊ ഇതിൽ ഇപ്പോഴേ ക്ലബ്ബുകൾ തടഞ്ഞാൽ ISLന് ഒരു ഭാവിയുണ്ട്. അല്ലെങ്കിൽ ISL കൊണ്ടുപോയി നശിപ്പിക്കാനാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ AFF തീരുമാനിക്കുന്നത്. വെറുതെ പൈസ അടിച്ചു കഴിയാൽ പോലെ കുറെ ക്ലബ്ബുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പഴയ ഒരുപാട് ക്ലബ്ബുകൾ ഇപ്പോൾ പോയായിരുന്നു. അത് ഹൈദരാബാദ് ഉണ്ടായിരുന്നു, അവര് ലൊക്കേറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു. ഡൽഹി ആവേണ്ട അവസ്ഥ വന്നു. അവര് മുമ്പുള്ള ഓണേഴ്സ് പോയി. അതുപോലെ തന്നെ അവരൊക്കെ സാമ്പത്തികമായിട്ട് നഷ്ടത്തിൽ വന്നു. അതുപോലെ ഡൽഹി ഡൈനാമോസ് പോയി. ഇപ്പോൾ ഇന്റർകാശി സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നു. ഇതിനൊക്കെ ഒരു പരിഹാരം ഇതിൽ നിന്ന് കിട്ടുന്ന ISLന് കിട്ടുന്ന റവന്യൂ പ്രോപ്പറായിട്ട് ക്ലബ്ബുകൾക്കും ഷെയർ ചെയ്യുക, അല്ലാതെ ഒരു ഇന്ന ഫെഡറേഷൻ മാത്രം പൈസ അടിച്ചു മാറ്റിക്കൊണ്ടു പോയാൽ ISLന് ഒരു ഭാവിയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ ഫുട്ബോളിനും എന്നുള്ളതാണ് പറയാനുള്ളത്.